إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക, പ്രബോധനം ചെയ്യുക എന്നുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റുന്ന ആളുകളുടെ വിശേഷണമായിട്ടാണ് അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. നബിയെ പറയുക, ഇതെന്റെ മാർഗമാണ്, ഞാൻ യഥാർത്ഥ അറിവോടുകൂടി അല്ലാഹുവിലേക്ക് ഞാൻ പ്രബോധനം ചെയ്യുന്നു, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും എന്ന് പറഞ്ഞു. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അതിനാൽ അല്ലാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റുന്ന ആളുകളുടെ ഒരു കൃത്യമായ ഒരു അടയാളമാണ് അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുമെന്നുള്ളത്. അല്ലാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഉമ്മത്തിന്റെ മറ്റുള്ള ഉമ്മത്തുകളിലേക്കാളുമുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ധാരാളമായിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്നവരാണ്. ആ പ്രബോധനം ചെയ്യുന്ന ആ പ്രബോധനം എന്ന അമലിൽ എത്രത്തോളം നമുക്ക് വിഹിതമുണ്ടോ അത്രത്തോളം നമ്മിൽ നന്മയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? തഅമുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നു നിങ്ങൾ. വതൻഹൗന അനിൽ മുൻകർ, തിന്മയായ കാര്യങ്ങൾ നിങ്ങൾ തടയുന്നുണ്ട്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഖൈരിയത്ത്, നന്മ കിടക്കുന്നത് അത് ദഅവത്തിലാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രബോധനം ചെയ്യുക, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ള അമൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ഖൈർ ഉണ്ടാവുക, അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ദഅവത്ത് ചെയ്യുക എന്നുള്ള പ്രവൃത്തിയേക്കാൾ ആ ഒരു ദഅവത്ത് ചെയ്യുക എന്നുള്ള നാം ദഅവത്ത് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളെക്കാൾ ഉത്തമമായ വാക്കുകളില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്,
അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്തവരെക്കാളും നല്ല വാക്കുകളുള്ളത്, വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? വഅമില സാലിഹൻ, സാലിഹായിട്ടുള്ള അമലുകൾ ചെയ്തവരെക്കാളും നല്ലവനായിട്ട് ആരുണ്ട്? വഖാല ഇന്നനി മുലൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണെന്ന് പറയുകയും ചെയ്തു. അവരെക്കാൾ നല്ല ഉത്തമമായ വാക്കുകളും പ്രവൃത്തികളും ഉള്ളത് ആരുണ്ട്? അവരെക്കാൾ ഉത്തമരായിട്ടുള്ള ആളുകൾ ആരുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആരുമില്ല എന്ന് സാരം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഹാദാ ഹബീബുല്ലാഹ്. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള, ഈ ആയത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു മുഅ്മിൻ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസനാണ്. ഹാദാ വലിയുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വലിയാണ്. ഹാദാ സഫ്വത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണ്, സൃഷ്ടിയാണിത്. ഹാദാ ഖീറത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയാണിത്. ഹാദാ അഹബ്ബു അഹ്ലിൽ അർദി ഇലല്ലാഹ്, ഭൂലോകവാസികളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മേൽപ്പറഞ്ഞ സിഫാത്തുകൾ, വിശേഷണങ്ങൾ ഉള്ളവനാണ്. അജാബല്ലാഹു ഫീ ദഅവതിഹി, അല്ലാഹു അവനെ ദീനിലേക്ക് ക്ഷണിച്ചു. അല്ലാഹുവിന്റെ ദീനിലേക്ക് അല്ലാഹു അവനെ ക്ഷണിച്ചു. അല്ലാഹുവിന് ഉത്തരം ചെയ്യുകയും ചെയ്തു അവൻ. മാത്രമല്ല അല്ലാഹുവിന്റെ വിളിക്ക് അവൻ ഉത്തരം ചെയ്തു. ആ ഉത്തരം ചെയ്ത കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു അവൻ. അല്ലാഹുവിന് ഉത്തരം ചെയ്യാൻ വേണ്ടി ഉത്തരം ചെയ്തുകൊണ്ട് സാലിഹായ അമലുകൾ അവൻ വർദ്ധിപ്പിച്ചു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞവൻ ഹാദാ ഖലീഫത്തുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഖലീഫയാണ്. ഭൂമിയിലുള്ള അല്ലാഹു ഭൂമിയുടെ അവകാശം, ഭൂമിയുടെ അധികാരം നൽകിയിട്ടുള്ളവനാണ് എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പോൾ പ്രബോധനം എന്നുള്ളത്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഫദ്ല് പറയപ്പെട്ടിട്ടുള്ള, അങ്ങേയറ്റം ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുള്ള അമലാണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ദഅവത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹു, എല്ലാ സമുദായങ്ങൾക്കും നാം അവർക്ക് ചെയ്യാൻ വേണ്ട കർമ്മങ്ങൾ നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മതകാര്യത്തിൽ അവർ മുമ്പുള്ള സമുദായങ്ങൾ താങ്കളോട് തർക്കിക്കേണ്ടതില്ല, നിന്നോട് തർക്കിക്കേണ്ടതില്ല. വദ്ഉ ഇലാ റബ്ബിക, നീ നിന്റെ റബ്ബിലേക്ക് ദഅവത്ത് ചെയ്യുക. ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, തീർച്ചയായും നീ നേരായ ഒരു മാർഗത്തിലാണുള്ളത്. വേറെ ഒരുപാട് ആയത്തുകളിൽ സമാനമായ കൽപ്പനകളുണ്ട്. വദ്ഉ ഇലാ റബ്ബിക വലാ തകുൻ മിനൽ മുശ്രിക്കീൻ, നീ നിന്റെ റബ്ബിലേക്ക് ദഅവത്ത് ചെയ്യുക, നീ മുശ്രിക്കുകളിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞു. അപ്പോ ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതിന് പറഞ്ഞു, അതിനുവേണ്ടി കൽപ്പിക്കുകയും ചെയ്തു നമ്മോട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്, അത് അമ്പിയാക്കളുടെ വസീഫത്താണ് നമ്മൾ അതിലൂടെ നിർവഹിക്കുന്നത്. അമ്പിയാക്കൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡ്യൂട്ടിയാണ് നമ്മളത് ദഅവത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അമ്പിയാക്കളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ആ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ദീനിലേക്ക് ദഅവത്ത് ചെയ്യേണ്ടതുണ്ട്. അതിലൂടെയാണ് കുഫറും ഇസ്ലാമും തമ്മിൽ വേർതിരിയുക, സത്യവും അസത്യവും തമ്മിൽ വേർതിരിയുന്ന ഒരവസ്ഥ വിശേഷം വരിക. അത് ദഅവത്ത് ചെയ്യുന്നതിലൂടെയാണ്. ഇസ്ലാം വെളിവായി തീരണമെങ്കിൽ ദഅവത്ത് ചെയ്തേ പറ്റുള്ളൂ. ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു ഹമീദ്
റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യം, മഅലൂമുൻ അന്നഹു മാ ഖാമ ദീനു മിനൽ അദിയാൻ വലൻ തശറ മദ്ഹബു മിനൽ മദാഹിബ് വലാ സബത മബ്ദഉ മിനൽ മബാദി ഇല്ലാ ബിദഅവ. ഏതൊരു ദീൻ നിലകൊണ്ടിട്ടുണ്ടോ, ഈ ഭൂലോകത്ത് ഏതൊരു ദീൻ പ്രകടമായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതൊരു വീക്ഷണം അത് പ്രചരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊരു തുടക്കം നന്നായി തീർന്നിട്ടുണ്ടോ, അതൊക്കെ എങ്ങനെയാണത് പ്രകടമായി തീരുന്നതും പ്രചരിക്കുന്നതും അത് ദഅവത്ത് കൊണ്ട് മാത്രമാണ്. ولا هلكت أمة في الأرض إلا بعد أن أعرضت عن الدعوة. ഏതൊരു സമുദായം നശിച്ചു പോയിട്ടുണ്ടോ, ആ സമുദായങ്ങൾ നശിക്കപ്പെട്ടതിന്റെ കാരണം എന്താണ്? ദഅവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു എന്നുള്ളതാണ്. ഔ ഖസ്സറ ഉഖലാഉഹാ ഫിൽ അഖ്ദി അൻ യദി സുഫഹാഇഹാ. അല്ലെങ്കിൽ ആ സമുദായങ്ങളിലുള്ള ബുദ്ധിമാന്മാർ ആ സമുദായങ്ങളിലുള്ള വിഡ്ഢികൾ ചെയ്യുന്നതിനെ കുറിച്ച് തിരുത്താതിരുന്നു, അവരുടെ കൈ പിടിക്കാതിരുന്നു. അതിന്റെ പേരിലാണ് മുമ്പുള്ള സമുദായങ്ങൾ നശിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഖുർആനിൽ വിശദീകരിച്ചു വന്നിട്ടുണ്ട്. നശിക്കപ്പെട്ടതിന്റെയും അതുപോലെ തന്നെ ലഅനത്ത് ലഭിക്കപ്പെട്ടതിന്റെയും കാരണം ദഅവത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും തന്നെ അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതുണ്ട്, അങ്ങേയറ്റം ഹർസ് കാണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്ത് അതായിരുന്നു. അതുപോലെ തന്നെ മുമ്പുള്ള അമ്പിയാക്കളുടെയും സിഫത്ത് അതാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണ് ഈ ഭൂലോകത്തുള്ള മുർസലീങ്ങളിൽ ആദ്യത്തെ റസൂൽ. ഷഫാഅത്തിന്റെ ഹദീസിൽ അറിയപ്പെട്ട ദീർഘമായ ഹദീസിൽ അനസ് ഇബ്നു മാലിക് റിവായത്ത് ചെയ്യുന്നുണ്ട്, മറ്റു പലരും റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അതില് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് തങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഭയാനകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന്, മഹ്ശറിന്റെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹ്ശറിൽ ആളുകൾ ചെല്ലും. എന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? അൻത അവ്വലു റസൂൽ ഉർസില ഇലാ അഹ്ലിൽ അർദ്. ഭൂലോകവാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങളിൽ ആദ്യത്തെ റസൂലാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യണമെന്ന് പറയും. അപ്പോ ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷമാണ് ഈ ഒരു പ്രവൃത്തിയിൽ നിലകൊണ്ടിട്ടുള്ളത്, ദഅവത്ത് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മാത്രം. فلبث فيهم 1000 سنة إلا 50 عاما. 1050 ഒഴികെ അതോ 950 വർഷം ദഅവത്തിന്റെ കാര്യത്തിൽ മുഴുകിയിരുന്നു അദ്ദേഹം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. റബ്ബേ, ഞാൻ എന്റെ ഖൗമിനെ രാപ്പകലുകൾ ദഅവത്ത് ചെയ്തിട്ടുണ്ട്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാനിങ്ങനെ അവരെ പ്രബോധനം ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ അവർ വിരണ്ടോടുകയല്ലാതെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം രഹസ്യമായിട്ടും പരസ്യമായിട്ടും ദഅവത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രാപ്പകലുകൾ ദഅവത്ത് ചെയ്തു, നിരന്തരമായി ദഅവത്ത് ചെയ്തു. അതുപോലെ തന്നെ പല ഉസ്ലൂബുകളും ഉപയോഗിച്ചു, പല രീതികളും അദ്ദേഹം ഉപയോഗിച്ചു നോക്കി. അതായിരുന്നു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക. അതുപോലെ തന്നെ എല്ലാ അമ്പിയാക്കളുടെയും മാതൃക. അവരെവിടെ ആയിരുന്നാലും, ഏത് അവസ്ഥയിലായിരുന്നാലും അവര് ദഅവത്ത് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയിൽ വീഴ്ച വരുത്താറുണ്ടായിരുന്നില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അകപ്പെട്ടു. വളരെ ഒറ്റപ്പെടൽ അനുഭവിച്ചു. അവിടെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല. ജനങ്ങൾ അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അവിടെ ജയിലിലുള്ള കൂട്ടാളികളെ
അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്ന രംഗങ്ങളാണ് കാണാൻ കഴിയുക. അവരോട് പറയുന്നു, യാ സാഹിബൈ സിജ്ൻ അർബാബുൻ മുതഫർരിഖൂന അമിൽ ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവരോട് ചോദിക്കുകയാണ്, ജയിലിലുള്ള രണ്ട് കൂട്ടുകാരെ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആളുകളെ, അള്ളാഹുവാണോ ഉത്തമൻ, അല്ല വ്യത്യസ്തരായിട്ടുള്ള ആരാധ്യന്മാരാണോ ഉത്തമർ, അല്ല അള്ളാഹുവാണോ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവാണ് ഉത്തമൻ എന്ന് അവരോട് എന്ത് ചെയ്യുന്നു, ചോദിക്കുന്നു. അങ്ങനെ ദഅവത്ത് ചെയ്യുന്നു. ആര്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ തന്നെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുന്ന കാര്യം, വജഅലനി മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയായിരുന്നാലും മുബാറക്കായിട്ട് തീർത്തിട്ടുണ്ട് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അഥവാ എവിടെയായിരുന്നാലും മുഅല്ലിമൻ നാസൽ ഖൈർ എന്നാണ് സലഫുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ എവിടെയായിരുന്നാലും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവനാക്കി തീർത്തിട്ടുണ്ട് എന്നെ. അപ്പൊ ഒരാൾ ഈ രൂപത്തിലായിരിക്കണം, മുബാറക്കായി തീരണം. എവിടെയായിരുന്നാലും, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഏത് പ്രയാസഘട്ടത്തിലാണെങ്കിലും അവിടെ എന്ത് ചെയ്യണം, പരീക്ഷണ ഘട്ടങ്ങളിലും ഒക്കെ തന്നെ എവിടെയായിരുന്നാലും അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ള കാര്യത്തിലായിരിക്കണം. ഈ ഒരു സിഫത്തിന് അർഹരായി തീരണം. അതായിരുന്നു പണ്ഡിതന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അമ്പിയാക്കൾ കാണിച്ചു തന്നു ആ മാതൃക. അതുപോലെ തന്നെ പണ്ഡിതന്മാരും നമ്മുടെ സലഫുകളൊക്കെ കാണിച്ചു തന്ന മാതൃക അതാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജയിലിലെ ഉണ്ടായിരുന്ന സംഭവം, ആ സന്ദർഭത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ശിഷ്യന്മാർ വിശദീകരിക്കുന്നത് കാണാം. ലമ്മ ദഖല الحبس وجد المحابيس مشتغلين بأنواع من اللعب يلتهون بها عما هم فيه. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തില് അവിടെയുള്ള ജയിൽ പുള്ളികൾ എന്താണ് ചെയ്യുന്നത്? അവർ പല വിധത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടല്ലോ, അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ജയിലിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് മറക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവരെല്ലാവരും തന്നെ പല കളികളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. അവരില് പകിട കളിക്കുന്നവരുണ്ട്, നെർത്ത്, അതുപോലെ തന്നെ ഷത്റഞ്ച് അഥവാ ചെസ് കളിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. നമസ്കാരം ഇങ്ങനെ പാഴാക്കിക്കൊണ്ട് ഈ രൂപത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു ഇബ്നു തൈമിയ്യ ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ജയിൽ പുള്ളികളുടെ അവസ്ഥ. അങ്ങനെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിലേക്ക് പ്രവേശിച്ചു. ഫഅൻകറ ശൈഖു അലൈഹിം ദാലിക അശദ്ദൽ ഇൻകാർ. അവർ അതിൽ നിന്ന് അങ്ങേയറ്റം അദ്ദേഹം വിരോധിച്ചു. വഅമറഹും ബിമുലാസമത്തി الصلاة والتوجه الى الله بالاعمال الصالحة. നമസ്കാരം മുറുകെ പിടിക്കാനും സാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിടാൻ വേണ്ടി അവരോട് ഇബ്നു തൈമിയ്യ കൽപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, തസ്ബീഹും അതുപോലെ തന്നെ ദുആകളും അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചു കൊടുത്തു. അവസാനമുള്ള അവസ്ഥ എങ്ങനെയാണ്? അവസാനം ജയിലിന്റെ അവസ്ഥ ആകെ മാറി. ജയിലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പള്ളികളുള്ള ഹൽക്കകളെക്കാൾ, മദ്രസകളെക്കാൾ, ജാമിഅകളെക്കാളും ഒക്കെ ഉത്തമമായ അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? ഇബ്നു തൈമിയ്യ പ്രവേശിച്ചിട്ടുള്ള ജയിൽ മാറി വന്നു. അങ്ങനെ പല ആളുകളും وصار خلق من المحابيس إذا أطلقوا يختارون الإقامة عنده. പല ജയിൽ പുള്ളികളും അവർ ജയിൽ മോചിതരായി പോയാൽ പോലും
ജയിൽ മോചിതരാകാൻ വേണ്ടി അനുവാദം ലഭിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും അവർക്ക് ഇഷ്ടമെന്താണ് പിന്നീട് ഇബ്നു തൈമിയയുടെ കൂടെ ജയിലിൽ തന്നെ വസിക്കാനാണ് താല്പര്യം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറി വന്നു. يختارون الإقامة عنده وكثر المترددون إليه. ഇബ്നു തൈമിയയുടെ അടുക്കലേക്ക് ജയിലിൽ പതിവായി സന്ദർശിക്കുന്ന ആളുകൾ വർദ്ധിച്ചു. حتى كان السجن يمتلئ بهم. സന്ദർശകരെ കൊണ്ട് ജയിൽ നിറയുന്ന അവസ്ഥ വന്നു. ജയിൽ അങ്ങനെ ഒരു വലിയൊരു പഠന കേന്ദ്രമായി മാറി. മറിച്ച് മദ്രസകളെക്കാളും അതുപോലെ തന്നെ പള്ളികളുടെ ഹൽക്കകളെക്കാളും ഒക്കെ ഉത്തമമായ അവസ്ഥയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ജുമുഅ നിർവഹിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈദ് നമസ്കാരങ്ങളൊക്കെ ഇബ്നു തൈമിയയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അതുപോലെ തന്നെ മറ്റു പല സലഫുകൾ, പല ആളുകളും ഇറാഖ് ഇബ്നു മാലിക് എന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്തുള്ള ഒരു പണ്ഡിതൻ, താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ യസീദ് ഇബ്നു അബ്ദുൽ മലിക് ദഹ്ലക്ക് എന്ന സ്ഥലത്തേക്ക് നാടുകടത്തി. അത് യമനിലുള്ള ഒരു ദ്വീപാണ്. ഷാമിൽ നിന്ന് അക്കാലത്ത് ആ നാട്ടിലേക്കാണ് നാട് കടത്താറുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഈ ജസീറയിലേക്ക് നാട് കടത്തി. അവിടെ അദ്ദേഹം നാടുകടത്തിയ രൂപമൊക്കെ വളരെ ക്രൂരമായിട്ടും മൃഗീയമായിട്ടുമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തി കുറച്ച് നാളുകൾ താമസിച്ചപ്പോ ആ നാട്ടുകാര് യസീദിന് നന്ദി പറയാറുണ്ടായിരുന്നു. ഇറാഖ് ഇബ്നു മാലിക്കിനെ ഇവിടത്തേക്ക് എത്താൻ സഹായിച്ചിട്ടുള്ള യസീദിന് നന്ദി എന്ന് അവർ പറയാറുണ്ടായിരുന്നു. യസീദിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയാറുണ്ടായിരുന്നു. ശിക്ഷയായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പീഡനമായിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ നാട്ടുകാർക്ക് അതെന്തായി തീർന്നു, വലിയൊരു സൗഭാഗ്യമായി തീർന്നു. എന്താണ് കാരണം? ആ നാട്ടുകാരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് അദ്ദേഹം ദഅവത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം. അതാണ് കാര്യം. ഇതാണ് സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന രീതി. അപ്പോ ദഅവത്ത് എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം നിറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാ സമയത്തും നമ്മൾ നിർവഹിക്കേണ്ടതാണ്. അതും ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഇബാദത്താണ്. ദഅവത്ത് എന്നുള്ളത് ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മൾ നേരത്തെ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഏതൊരു ഇബാദത്തും എന്തായി തീരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കേണ്ടതുണ്ട്. എങ്കിലേ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. ദഅവത്ത് വളരെ പുണ്യകരമായ കാര്യമാണെങ്കിൽ പോലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയോട് യോജിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്താണ് ദഅവത്തിന്റെ കാര്യത്തിൽ? അതിൽ പല രീതികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ള രീതികളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ദഅവത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻഗണനാ ക്രമങ്ങളുണ്ട്. ആ ക്രമം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്താണ്? ആദ്യമായി ദഅവത്ത് ചെയ്യുക തൗഹീദിലേക്കാണ്. ശിർക്കിലകപ്പെട്ടിട്ടുള്ള അഖീദയിലെ കലർപ്പുകൾ സംഭവിച്ചിട്ടുള്ള, പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സമുദായത്തിന് ആദ്യമായി ദഅവത്ത് ചെയ്യേണ്ടത് നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ അവരെ നിസ്കാര ശില്പിക്കുകയല്ല വേണ്ടത്. മറിച്ച് അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാൻ കാരണമാകുന്ന തൗഹീദ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുമ്പുള്ള എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ള രീതി ഇത് തന്നെയാണ്. വലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തി റസൂല അൻ അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. നാം എല്ലാ സമുദായങ്ങളിലും മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ താഗൂത്തുകളെ വെടിയാൻ വേണ്ടി, കള്ള ദൈവങ്ങളെ നിങ്ങൾ വെടിയാൻ വേണ്ടി എന്ന്. അപ്പോ ഈ കാര്യത്തിലേക്ക്, തൗഹീദിലേക്ക്, ശിർക്ക് ഒഴിവാക്കുന്നതിലേക്കാണ് എല്ലാ അമ്പിയാക്കളെയും, അതിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ മുർസലീങ്ങളെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അദ്ദേഹം ദഅവത്ത് ചെയ്യുന്ന രീതിയെക്കുറിച്ച് റബീഅ അദ്ദുഅലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിന, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിന എന്ന സ്ഥലത്ത് കണ്ടുമുട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, മിനയില്.
في منازلهم قبل أن يهاجر إلى المدينة. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്യുന്നതിന് മുമ്പായിട്ട് മക്കയിലുള്ള പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മക്കയുടെ ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ കുഫാറുകളും മുശ്രിക്കുകളും താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോകും. അവിടുന്ന് പോകും. എന്നിട്ട് അവരോട് പറയും, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ അമറക്കും അൻ തഅബുദൂഹു. ജനങ്ങളെ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുതെന്ന്. ഇങ്ങനെ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിട്ടുള്ളത്. പുറകിൽ ആ സമയത്ത് ആരുണ്ടാകും? വളരെ നല്ല ഭംഗിയുള്ള ഒരാൾ, തിളക്കമുള്ള ഒരാൾ, പക്ഷെ അഹ്വൽ, കോങ്കണ്ണനാണ്. ആരാണത്? അബൂലഹബാണത്. യഖൂൽ യാ അയ്യുഹന്നാസ് ഇന്ന ഹാദാ യഅമുറുക്കും അൻ തത്റുകൂ ദീന ആബായിക്കും. ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ ദീൻ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് ഈ മുഹമ്മദ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നാണ്, അല്ലെങ്കിൽ പറയുന്നതെന്ന് അബൂലഹബ് പുറകിൽ വന്നുകൊണ്ട് ആളുകളോട് പറയും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ആരംഭത്തിൽ തൗഹീദിലേക്കായിരുന്നു. ആരംഭത്തിൽ എന്നല്ല, 13 വർഷക്കാലം മക്കയിൽ ഈ കാര്യത്തിലേക്ക് മാത്രം ജനങ്ങളെ തൗഹീദ് പഠിപ്പിക്കുക, യഥാർത്ഥ ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിക്കുന്നതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുകിയിരുന്നത്. വീണ്ടും മദീനയിലേക്ക് പോയപ്പോൾ തന്നെ അവിടുന്ന് എല്ലാ സന്ദർഭങ്ങളിലും ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്. ഇതിലേതെങ്കിലും വീഴ്ചകൾ വരുന്ന സമയത്ത് അതിനെ അങ്ങനെ ശക്തമായി ഇൻകാർ ചെയ്യാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അവസാന വസിയ്യത്തുകളിൽ മിക്കതും തൗഹീദിന്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ ഖബർ കെട്ടിപ്പൊക്കുന്നതിലും അതിനെ ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർക്കുന്നതിനെയും താക്കീത് ചെയ്തുകൊണ്ടാണ് അവസാന വസിയ്യത്തുകളിൽ അധികവും ഉണ്ടായിരുന്നത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്. അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭങ്ങളിലും യാത്രയിൽ എവിടെയെങ്കിലും തൗഹീദിന്റെ കാര്യത്തിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അത് അറിയേണ്ട ആളായി തീർന്നു കഴിഞ്ഞാൽ അവിടെ അത് പഠിപ്പിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതനായിട്ടുള്ള ഒരു കുട്ടി രോഗിയായി കിടന്നപ്പോൾ ചെയ്തു, ആ കുട്ടിയെ സന്ദർശിക്കാൻ പോയി. കാന ഗുലാമൻ യഹൂദിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. فقال له أسلم. എന്നിട്ട് തലക്കുഭാഗത്തിരുന്നുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു, അസ്ലിം, നീ ഇസ്ലാം സ്വീകരിക്കുക. فنظر إلى أبيه وهو عنده. തന്റെ അടുക്കലുള്ള പിതാവിനേക്ക് ആ കുട്ടി നോക്കി. فقال أطع أبا القاسم. അപ്പോൾ ഉപ്പ പറഞ്ഞു, നീ അബുൽ ഖാസിമിനെ അനുസരിക്കുക, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. فأنقذه الله به من النار. അങ്ങനെ അല്ലാഹു ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു ആ കുട്ടിയെ എന്ത് ചെയ്തു? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ അബൂ താലിബ് മരണാസന്നനായി കിടക്കുന്ന സമയത്തൊക്കെ മുമ്പും അതുപോലെ തന്നെ മരണാസന്നനായി കിടക്കുമ്പോൾ ഒക്കെ തന്നെ ഈ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കുന്നത്. യാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്നാണ് പറയുന്നത്. പിതൃവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കാണത്. അത് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ എന്ത് ചെയ്യും? ഞാൻ വാദിക്കാമെന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അതുപോലെ തന്നെ മുൻകാലത്തുള്ള എല്ലാ അമ്പിയാക്കളും ഇതേ രീതിയിലാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. നൂഹാകട്ടെ, അതുപോലെ തന്നെ സാലിഹാകട്ടെ, ഹൂദാകട്ടെ, ശുഐബാകട്ടെ, ഏത് നബിമാരാകട്ടെ അലൈഹിമുസ്സലാത്തു വസ്സലാം അവര് തൗഹീദിലേക്കാണ് ദഅവത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. കൂട്ടരെ, നിങ്ങൾ അള്ളാഹുവിന്, സമൂഹമേ നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യരില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബലിനെ പ്രബോധനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്തായി കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ അടുക്കലാണ് നീ ചെല്ലുന്നത്. ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് നീ ആദ്യമായിട്ട് അവരെ ദഅവത്ത് ചെയ്യുന്ന കാര്യം എന്തായിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിനായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് അമ്പിയാക്കളുടെ രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ മുഖ്യ വിഷയം ഇത് തന്നെയാണ്. എല്ലാ അമ്പിയാക്കളും കേന്ദ്രീകരിച്ചത് ഈ കാര്യത്തിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഇമാരെ അയക്കുമ്പോൾ ഈ കാര്യത്തിലാണ് ചെയ്യാറുള്ളത്. വസിയ്യത്ത് ചെയ്യാറുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു മാർഗത്തിൽ നിന്ന് ആര് വ്യതിചലിച്ചിട്ടുണ്ടോ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. അവർ യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലല്ല നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാനുള്ളതാണ് പറ്റുന്ന ഒരു കാര്യമാണ് തൗഹീദിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുക എന്നുള്ളത്. അഥവാ ദഅവത്തിന്റെ കാര്യത്തിൽ തൗഹീദിന് മുൻഗണന കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാർഗം തെറ്റിപ്പോയി എന്നുള്ളതൊരു തെളിവാണ്. ഒരുപാട് വിഭാഗങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്. ഇന്നറിയപ്പെട്ട ഒരുപാട് വിഭാഗങ്ങൾ ജമാഅത്ത് തബ്ലീഗ് അവർ ഈ വിഷയത്തിൽ അങ്ങേയറ്റവും വിദൂരമായി തെറ്റിപ്പോയ ആളുകളാണ്. ജനങ്ങൾ ആദ്യമായിട്ട് ശിർക്കും കുഫ്റും പ്രചരിച്ചിട്ടുള്ള നാടുകളിലാണ് അവരുള്ളത്. എന്നിട്ട് അവർ ആദ്യമായിട്ട് എന്താ ചെയ്യുക? സമൂഹത്തിന്റെ അടുക്കലേക്ക് പോയിട്ട് നമസ്കരിക്കേണ്ട പ്രാധാന്യം പറയും. അതുപോലെ തന്നെ ദിക്റിന്റെയും അതുപോലെ തന്നെ സദഖയുടെയും മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ശേഷമുള്ള കാര്യങ്ങളാണ്, പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുക? ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവർ കാണുന്നത് എങ്ങനെയാണ്? തൗഹീദിലേക്കുള്ള ദഅവത്ത് എന്ന് പറഞ്ഞാൽ ആളുകളെ അകറ്റിക്കളയുന്നതാണ്, മുനഫിറത്താണത്. തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി തന്നെ ശിർക്കിനെ എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരും അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് അവർ ന്യായീകരണങ്ങൾ പറയുന്നത്. ഇവരാണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലും മുമ്പുള്ള അമ്പിയാക്കളുമാണോ ഏറ്റവും ഉത്തമമായ മാർഗത്തിലുള്ളത്? അല്ല, ഇവരാണോ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗത്തിലുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മുർസലീങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ആദ്യമായി തൗഹീദിലേക്കാണ് ദഅവത്ത് ചെയ്തിട്ടുള്ളത്. അവർക്കറിയാത്ത ഹിക്മത്ത്, അവർക്കറിയാത്ത ഒരു തരീഖത്ത്, അതൊരിക്കലും എന്തല്ല, അത് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതല്ല. അത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കാരണമാകുന്നതല്ല. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതല്ല. അപ്പോ തൗഹീദിലേക്കാണ് ദഅവത്ത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റു പല വിഭാഗങ്ങളുണ്ട്. ഇവിടെ അൽ ജമാഅ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന വിഭാഗം, ജമാഅത്ത് ഇസ്ലാമി, അവർ ശരിക്കും അവർ പേരിടുന്നത് ജമാഅ അൽ ഇസ്ലാമിയ എന്നല്ല, അൽ ജമാഅത്തുൽ ഖാരിജിയ എന്നാണ്. അപ്പൊ അവരൊക്കെ തന്നെ തൗഹീദിലേക്കല്ല ദഅവത്ത് ചെയ്യുന്നത്, മറിച്ച് ആ കാര്യത്തിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ എത്ര ആളുകളുണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ വീഴ്ച പറ്റിയ ആളുകൾ. പക്ഷെ അവരൊന്നിനെയും തന്നെ എന്ത് ചെയ്യാറില്ല, എതിർക്കാറോ അതിനെ വിലക്കുകയോ ചെയ്യുകയില്ല. ഇതൊക്കെ അവർ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ്. അമ്പിയാക്കൾ ദഅവത്ത് ചെയ്ത മുഖ്യ വിഷയത്തിൽ വീഴ്ച വരുത്തി. അത് ആദ്യമായി അവർ ദഅവത്ത് ചെയ്യുന്നില്ല, ശിർക്കിനെതിരെ ശബ്ദിക്കുന്നില്ല എന്നുള്ളത് അവർ തെറ്റി എന്നുള്ളതിന്റെ മാർഗത്തിൽ അവർ പിഴച്ചു പോയിട്ടുണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അപ്പോ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാർഗം, ദഅവത്തിന്റെ മാർഗത്തിൽ ഏതൊരാള് പ്രവേശിച്ചിട്ടുണ്ടോ അയാൾ പരീക്ഷണ വിധേയനാകും. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചെന്നിട്ടുണ്ട്. അങ്ങനെ വറഖത്ത് ഇബ്നു നൗഫൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? لم يأتي إنه لم يأتي رجل قط بمثل ما جئت به إلا عودي. ഏതൊരാൾ താങ്കൾ കൊണ്ടുവന്നതുമായി വന്നിട്ടുണ്ടോ അയാൾ ശത്രുവാക്കപ്പെടും എന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ഇല്ല ഊദി, അയാൾ എന്ത് ചെയ്യും? ഉപദ്രവിക്കപ്പെടും.
അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദഅവത്തുമായിട്ട് ഏതൊരാൾ വന്നാലും അയാൾ എന്ത് ചെയ്യും? ശത്രുവാക്കപ്പെടും, അതുപോലെ തന്നെ ഉപദ്രവിക്കപ്പെടും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ സുന്നത്താണത്. ഉപദ്രവിക്കപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ടാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ഷമിക്കണം എന്നുള്ളത് നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. ലുഖ്മാൻ അദ്ദേഹം മകനോട് പറയുന്ന കാര്യം നോക്കൂ. യാ ബുനയ്യ അഖിമിസ് സ്വലാ, നീ നമസ്കാരം നിർവഹിക്കുക. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിച്ച പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞു. കാരണം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പരീക്ഷണങ്ങളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിച്ചെന്ന് നീ ക്ഷമിക്കുകയും ചെയ്യുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തു അസ്റിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അവസാനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ അല്ലാഹു പറഞ്ഞതാണെന്ത്? വതവാസൗ ബിസ് സബ്ർ, നിങ്ങൾ സബ്ർ കൊണ്ട് എന്ത് ചെയ്യുക? പരസ്പരം വസിയത്ത് ചെയ്യുക എന്നുള്ളത്. കാരണം ഹഖ് കൊണ്ട് വസിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ക്ഷമിക്കേണ്ട വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലതുബ്ലൗന്ന ഫി അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സ്വന്തം നഫ്സുകളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ വേദക്കാരിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അദൻ കസീറ, ധാരാളം ഉപദ്രവങ്ങൾ. وَإِن تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ. നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശക്തമായ കാര്യങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വഖാല അല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിന. കുഫാറുകൾ അവരുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലുകളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലനുഖ്രിജന്നകും മിൻ അർദിന, നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി കളയും. ഔ ലതഊദുന്ന ഫീ മില്ലതിന, അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്ന അസ്സാലിമീൻ. അപ്പോൾ അവരിലേക്ക് റബ്ബ് വഹി നൽകി, നാം എന്ത് ചെയ്യും? അക്രമികളെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അവർക്ക്, ആ മുർസലിങ്ങൾക്ക് വഹി നൽകി. അതുപോലെ തന്നെ മുർസലീങ്ങളോട് അവരുടെ ഖൗം പറഞ്ഞതാണ്, കുഫാറുകൾ പറഞ്ഞ കാര്യമാണ്, ഖാലു ഇന്നാ തതയ്യർനാ ബികും, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ ശകുനമായിട്ടാണ് കാണുന്നത്, ഞങ്ങൾക്കൊരു ശകുനമായിട്ടാണ് നിങ്ങളുള്ളത്. ലഇല്ലം തൻതഹു ലനർജുമന്നകും, നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ കല്ലെറിയും. വലയമസ്സന്നകും മിൻ അദാബിൻ അലീം, ഞങ്ങളുടെ അടുക്കൽ നിന്ന് വേദനിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇതാണ് എല്ലാ മുസ്ലിങ്ങൾക്കും ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ദഅവത്തിന്റെ കൂടെ സബ്ർ അനിവാര്യമാണ്. ദഅവത്തിന്റെ കൂടെ പരീക്ഷണങ്ങളും ഉപദ്രവങ്ങളും വരും. അപ്പൊ സബ്ർ എന്താണ്? അനിവാര്യമാണ്. മുമ്പുള്ള അമ്പിയാക്കളിൽ ദഅവത്ത് ചെയ്തതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരുപാട് അമ്പിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപദ്രവിക്കപ്പെട്ടവരുണ്ട്. പല ആളുകളും ദഅവത്ത് ചെയ്തിട്ട് ആരും തന്നെ ഉത്തരം നൽകാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അമ്പിയാക്കളിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉരിദത അലയ്യൽ ഉമം, ഒരുപാട് സമുദായങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഫറഅയ്തു നബി മഅഹു വമഅഹു റജുലുൻ ഔ റജുലാൻ, ഞാൻ ഒരു നബിയെ കണ്ടിട്ടുണ്ട്, ആ നബിയുടെ കൂടെ ഒരാളെ ഉള്ളൂ. അഥവാ ആ നബിക്ക് ദീർഘകാലം ദഅവത്ത് ചെയ്തിട്ട് തന്റെ ഖൗമിൽ നിന്ന് ഉത്തരം ചെയ്തിട്ടുള്ള ആര് മാത്രമാണ്? ഒരൊറ്റ ആൾ, അല്ലെങ്കിൽ രണ്ടാളുകൾ. വറഅയ്തു നബി വമഅഹു മറ്റൊരു നബിയെ കണ്ടത് ഒരു കൂട്ടം 10ൽ കുറഞ്ഞ ആളുകൾ മാത്രം ഉത്തരം ചെയ്തതായിട്ടാണ് കണ്ടിട്ടുള്ളത്.
അപ്പോ ഇങ്ങനെ പല രൂപത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആരും ഉത്തരം ചെയ്യാത്ത രൂപത്തിൽ ദഅവത്ത് ചെയ്തിട്ട് ആരും തന്നെ അതിലേക്ക് ഉത്തരം നൽകിയില്ല എന്ന രൂപത്തിൽ. അതുപോലെ തന്നെ സബ്ബോടുകൂടി ചീത്ത പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അങ്ങേയറ്റം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. നമുക്കറിയാം അവർ പറയുന്നതിന്റെ പേരിൽ നിന്റെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പ്രയാസപ്പെടുന്നുണ്ട്, കുടുസാകുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين. അതിനാൽ നീ നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യുക, അതുപോലെ തന്നെ ഹംദ് ചെയ്യുക, നീ സുജൂദ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ നീ എന്ത് ചെയ്യുക, നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഈ കുത്തുവാക്കുകളും അസഭ്യവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ മനപ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഖബ്ബാബ് ഇബ്നുൽ അറദ് റളിയല്ലാഹു അൻഹു പറയാണ്, ശകൗനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പരാതിയുമായിട്ട് ചെന്നു. വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫി ളിൽ കഅബതി. കഅബയുടെ തണലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതപ്പ് തലയിണാക്കിക്കൊണ്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഫഖുൽനാ ലഹു അലാ തൻസിറു ലനാ അലാ തദ്ഉ അല്ലാഹ ലനാ, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായത്തിന് തേടുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിക്കുകയാണ്, പരാതി പറയുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചത് എന്താണ്? കാന റജുലു ഫീമൻ ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ഒരാൾ യുഹ്ഫറു ലഹു ഫിൽ അർദ്, ഭൂമിയിൽ അയാൾക്ക് എന്തെയും കുഴി കുഴിക്കപ്പെടും. നിങ്ങളുടെ മുമ്പുള്ള ഒരാൾ അയാൾക്ക് ഭൂമിയിൽ കുഴി കുഴിക്കപ്പെടും. ഫയുജഅലു ഫീഹി, എന്നിട്ട് അയാൾ ആ കുഴിയിൽ നിർത്തപ്പെടും. ഫയുജഉ ബിൽ മിൻഷാർ, എന്നിട്ടൊരു വാൾ കൊണ്ടുവരപ്പെടും. ഫയുദഉ അലാ റഅസിഹി, എന്നിട്ട് തലയിൽ വെക്കപ്പെടും. ഫയുശഖു എന്നിട്ട് രണ്ടായിട്ട് പിളർത്തപ്പെടും. അതൊരിക്കലും അയാളുടെ ദീനിൽ നിന്ന് അയാൾ എന്ത് ചെയ്യില്ല, തടയുകയില്ല. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിൽ വാരുന്ന അവസ്ഥ വരും. എല്ലിൽ നിന്ന് മാംസം വേർതിരിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, ഇരുമ്പിന്റെ ചെറുപ്പുകൾ കൊണ്ട് വാരപ്പെടും. ഇതൊന്നും തന്നെ എന്ത് ചെയ്യുകയില്ല, അയാളുടെ ദീനിൽ നിന്ന് അയാൾ എന്ത് ചെയ്യില്ല, തടയുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്തതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്തതിന്റെ പേരിൽ എത്രത്തോളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയുന്ന കാര്യമാണ്. തായിഫിൽ വെച്ച് കല്ലേറ് കൊണ്ടത്, അതുപോലെ തന്നെ ഉഹദിൽ വെച്ചിട്ട് മുൻപല്ലുകൾ പൊട്ടിയത്, ഇങ്ങനെ പല പരീക്ഷണങ്ങളും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല ഖുൽതു ലി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് ചോദിച്ചു, അഖ്ബിർനി ബി അശദ്ദി മാ സനഅ അൽ മുശ്രികൂന ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവത്ത് ഇബ്നു സുബൈർ തബഈയാണ്, അദ്ദേഹം സഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അംറിനോട് ചോദിക്കുകയാണ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കുകൾ ചെയ്തിട്ടുള്ള കാര്യത്തിൽ, ഉപദ്രവിച്ച കാര്യത്തിൽ ഏറ്റവും ശക്തമായ ഉപദ്രവം എനിക്ക് താങ്കൾ അറിയിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ അറിയിച്ചു കൊടുക്കുകയാണ് റളിയല്ലാഹു അൻഹു, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി ഹിജ്റിൽ കഅബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഹിജ്റിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇദാ അഖ്ബല ഉഖബത്തു ഇബ്നു അബി മുഈത്ത്, അപ്പോൾ ആര് വന്നു? ഉഖബ ഇബ്നു അബി മുഈത്ത് കടന്നു വന്നു. ഫഅഖദ ബിമൻകിബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുക് പിടിച്ചു, അല്ലെങ്കിൽ തോള് പിടിച്ചു. വലവ സൗബഹു ഫി ഉനുഖിഹി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അത് കഴുത്തിൽ വരിഞ്ഞു കെട്ടി. ഫഖന്നഖഹു ഖൻഖൻ ശദീദ, എന്നിട്ട് കഴുത്ത് വളരെ ശക്തമായ രൂപത്തിൽ മുറുക്കി. ഫഅഖ്ബല അബൂബക്കർ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കഴുത്ത് മുറുക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ഫഅഖദ ബിമൻകിബിഹി വദഫഅഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അയാളുടെ തോള് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തള്ളി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബികും, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ കൊല്ലുകയാണോ? അദ്ദേഹം നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ആയത്തുകളുമായിട്ടാണ്, ബയ്യിനാത്തുകളുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഉള്ള ആയത്ത് ആരോധി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതുകയും ചെയ്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങേണ്ടി വന്ന പരീക്ഷണങ്ങളിൽ ഒന്നു മാത്രമാണ്. അതുപോലെ തന്നെ സലഫുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പരീക്ഷണങ്ങളിൽ ഒരൊറ്റ സംഭവം ഞാൻ മാത്രം പറയുകയാണ്. അത് അബൂബക്കർ റംലി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ സംഭവമാണ്. അദ്ദേഹത്തെ കുറിച്ച് കാനൽ ഇമാമു ദാറഖുത്നി റഹിമഹുല്ലാഹ് ഇദാ മാ ദുകിറ റംലി അബൂബക്കർ റഹിമഹുല്ലാഹ് ബക. ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അബൂബക്കർ റംലിയെ കുറിച്ച് ഓർക്കപ്പെട്ടു കഴിഞ്ഞാൽ കരയും. സലബഹു ബനു ഉബൈദ്, ബനു ഉബൈദ് അഥവാ ഉബൈദിയൂൻ എന്ന് പറയുന്ന വിഭാഗം അദ്ദേഹത്തെ എന്ത് ചെയ്യുകയാണ്? കുരിശിലെ തൂക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉബൈദിയൂൻ എന്ന് പറഞ്ഞാൽ ഷിഈ വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ്, റാഫിദുകളിൽ ഒരു വിഭാഗമാണ്. എന്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ കുരിശിൽ ചേർത്തിട്ടുള്ളത്? അദ്ദേഹം സുന്നത്തിൽ അങ്ങേയറ്റം ശക്തമായി മുറുകെ പിടിക്കുന്ന ഒരു ഇമാമായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. ലിതമസ്സുകിഹി ബിസുന്ന വബയാനിഹിൽ ഹഖ്, ഹഖിനെ വ്യക്തമാക്കുന്ന ആളായിരുന്നു, വെട്ടി തുറന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ ഉബൈദിയൂൻ അഥവാ ഈ റാഫിദികളായിട്ടുള്ള ഷിഈകൾ എന്താണ് ചെയ്തിട്ടുള്ളത്? സലഖഹു ബനു ഉബൈദ്, അദ്ദേഹത്തെ തോലുരിച്ചു കളഞ്ഞു. തോലുരിച്ചു കളഞ്ഞിട്ട് പിന്നീട് കുരിശിൽ തറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വബഅദ അൻ സലഖൂഹു, ഇദ്ദേഹത്തെ തോലുരിക്കുന്ന ആളാരാണ്? ഒരു ജൂതനായിരുന്നു തോലുരിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ് ഇത് കൽപ്പിച്ചിട്ടുള്ളത്? റാഫിദികളാണ്, ഷിഈകളാണ്. അങ്ങനെ ജൂതൻ ഇങ്ങനെ തോലുരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അബൂബക്കർ റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ഫലമ്മ بلغ العذاب أشفق عليه هذا السلاخ. തോലുരിക്കുന്ന ആൾ അദ്ദേഹത്തെ ഇങ്ങനെ ഉരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശിക്ഷ അതിന്റെ ദുർവത്തിലേക്ക് എത്തിയപ്പോൾ, അതിന്റെ ഏറ്റവും വലിയ പാരമ്യത്തിലേക്ക് എത്തിയപ്പോൾ, അഥവാ മൂർച്ഛിച്ചപ്പോൾ, വേദന മൂർച്ഛിച്ചപ്പോൾ
ഈ ജൂതന് കനിവ് തോന്നി. പക്ഷെ ആർക്ക് തോന്നിയിട്ടില്ല? ഷിയകൾക്ക് തോന്നിയിട്ടില്ല, റാഫിദികൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അങ്ങനെ ഈ ജൂതനെ തോലിങ്ങനെ ഒരിച്ച് നെഞ്ചിന്റെ ഭാഗത്ത് എത്തിയപ്പോൾ എന്ത് ചെയ്തു? കത്തി ആ ഭാഗത്ത് ഊന്നിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കത്തി ചെന്നുകൊണ്ട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കാരുണ്യം കൊണ്ടാണ് ആ ജൂതൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇന്ത്യയായി കൊല്ലേണ്ടതില്ല എന്ന കാരുണ്യം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ജൂതൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം തോൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്, ഇത് ഖദറാക്കപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഒരായത്താണത്, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഖദാ ഖദറില് അതിൽ വിശ്വാസം അത് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോ ഈ രൂപത്തിലാണ് അമ്പിയാക്കൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സലഫുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങേയറ്റം തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ. അപ്പൊ എന്താണ് അതിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം? എന്താണ്? അവിടെ ക്ഷമിക്കാനാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ക്ഷമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വലാ തസ്തഅജിൽ ലഹും. മുമ്പുള്ള ഉലുൽ അസ്മിൽപ്പെട്ട മുർസലീങ്ങൾ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. നീ അവർക്ക് എന്താക്കരുത്, അവരുടെ കാര്യത്തിൽ ധൃതി കൂട്ടരുതെന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ഷമിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ക്ഷമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഇമാമായി തീരാൻ കഴിയുക. ജനങ്ങളെ ഖൈറിന്റെ കാര്യത്തിൽ ഒരു മാതൃകയായി തീരാൻ കഴിയുക ആർക്ക് മാത്രമാണ്? ക്ഷമിക്കുന്ന ആൾക്ക് മാത്രമാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഞങ്ങൾ എന്താക്കണം? ഇമാമാക്കി തീർക്കണം, ഇമാമുകളാക്കി തീർക്കണമെന്ന്. അങ്ങനെ ഇമാമായി തീരണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? സബ്ർ വേണം. അതോടൊപ്പം വേണം പൂർണ്ണമായ അറിവ് വേണം. ഈ യഖീനും സബ്റും കൊണ്ടാണ് ബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുള്ളത്. യഖീനും സബ്റും കൊണ്ടാണ് ദീനിൽ ഇമാമത്ത് ലഭിക്കപ്പെടുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. അവരിൽ നാം ആളുകൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഇമാമുമാരെ നിശ്ചയിച്ചിട്ടുണ്ട് മുൻ സമുദായങ്ങളിൽ. ലമ്മാ സബറു, അവർ ക്ഷമിച്ചപ്പോൾ, വകാനൂ ബിആയാതിനാ യുഖിനൂൻ, അവർ നമ്മുടെ ആയത്തുകളിൽ അങ്ങേയറ്റം ക്ഷമ ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം വലിയ തംകീൻ, അദ്ദേഹത്തിന് തംകീൻ ഉണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം വലിയ സ്ഥാനത്തിലേക്ക് അദ്ദേഹം ഉയർന്നു. അതിനുള്ള കാരണമായി പറഞ്ഞിട്ടുള്ളത് എന്താണ്? സബ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സബ്റാണ് ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ സബ്ർ എന്ന ഗുണമാണ് സ്വീകരിക്കേണ്ടത്. ക്ഷമിക്കുകയാണ് വേണ്ടത്. അതിന്റെ അജ്ർ എന്താണ്? വളരെ വലുതാണ്. ഇന്നമാ യുവഫ്ഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകള് അവരുടെ അജ്ർ എങ്ങനെയായിരിക്കും? കണക്കില്ലാതെ അവർക്ക് ലഭിക്കപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ പതറാൻ പാടില്ല, പേടിക്കാൻ പാടില്ല. കാരണം എന്താണ്? ആ കുട്ടി ആരോട് പറഞ്ഞതുപോലെ, ഉമ്മയോട് പറഞ്ഞതുപോലെ, അഥവാ അസ്ഹാബുൽ ഉഖ്ദൂദ് തീയില് ചുട്ടുകരിക്കാൻ വേണ്ടി രാജാവ് കൽപ്പന ഇറക്കി. അഥവാ അയാളിൽ ആ രാജാവ് റബ്ബാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? കരിച്ചു കളയണമെന്നുള്ളത്. അപ്പോ അവസാനമായിട്ട് അതിലേക്ക് ഉണ്ടായിരുന്ന ആളാരാണ്? ഒരു സ്ത്രീ, ഒരു കുട്ടിയാണ്.
എന്നിട്ട് ആ കുട്ടി, ആ സ്ത്രീ എന്താണ് ചാടാൻ വേണ്ടിയിട്ട് ആ തീക്കുണ്ടത്തിലേക്ക് ചാടാൻ അല്പം അറച്ചപ്പോ എന്ത് ചെയ്തു, ആ കുട്ടി പറഞ്ഞു, യാ ഉമ്മ അസ്ബിരി ഫഇന്നകി അലൽ ഹഖ്, ക്ഷമിക്കുക, നീ എന്തിലാണ്, സത്യത്തിലാണുള്ളത് എന്ന് കുട്ടി പറഞ്ഞു. ആ സംഭവം നിങ്ങൾ കേട്ടതാണ്. അപ്പോ നമ്മൾ സത്യത്തിലാണ്, പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലാണ് നമ്മൾ ബരമേൽപ്പിച്ചിട്ടുള്ളത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആര് അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിച്ചിട്ടുണ്ടോ അവൻ അള്ളാഹു മതി. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നത് എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ്. ബിസ്മില്ലാഹി ലാ ഹൗല വലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടും, ഹുദീത വകുഫീത വഉഖീത, നീ നേർവഴിയിലാക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നിനക്ക് മതിയാക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു നിനക്ക് മതി. വഉഖീത, അതുപോലെ തന്നെ നീ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിനക്ക് സുരക്ഷ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഫതനഹ്ഹാ ലഹു ശൈത്താൻ, അപ്പോൾ ശൈത്താൻ അയാൾക്ക് വഴിമാറി കൊടുക്കുന്നതാണ്, നീങ്ങി നിന്ന് കൊടുക്കും. ഫയഖൂലു ലഹു ശൈത്താനുൻ ആഖർ, മറ്റൊരു ശൈത്താൻ പറയുന്നത്, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വഉഖീ, ഇങ്ങനെ നേർവഴിയിലാക്കപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ സുരക്ഷ ലഭിക്കപ്പെട്ടിട്ടുള്ള, കിഫായത്ത് ലഭിക്കപ്പെട്ട ഒരാൾക്ക് നിനക്ക് അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിനക്ക് അവരെ എന്ത് ചെയ്യാനാണ് സാധിക്കുക എന്ന് ആ ശൈത്താനോട് മറ്റൊരു ശൈത്താൻ ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായി അള്ളാഹുലേക്ക് തവക്കുലാക്കുക, ബരമേൽപ്പിക്കുക, എങ്കിൽ നമുക്ക് ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല. ഏത് പ്രയാസഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഭയക്കേണ്ടി വരില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം നോക്കൂ. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഫിർഔനിൽ നിന്നും കൂട്ടരിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് അള്ളാഹു എന്ത് ചെയ്തു, കൽപ്പന ഇറക്കി. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂട്ടാളികളുമായിട്ട് എന്ത് ചെയ്യാണ്, തനിക്ക് ഉത്തരം ചെയ്ത ആളുകളുമായിട്ട് പലായനം ചെയ്യാണ്. അപ്പൊ പുറകിൽ എന്ത് വരുന്നുണ്ട്, ഫിർഔനും പടയും വരുന്നുണ്ട്. അങ്ങനെ ഫലമ്മാ തറ അൽ ജംആൻ, രണ്ടു കൂട്ടരും പരസ്പരം കാണുന്ന ഘട്ടം എത്തിയപ്പോൾ ഖാല അസ്ഹാബു മൂസ ഇല്ലാ ഇന്നാ ലമുദ്റകൂൻ, മൂസയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, നമ്മൾ ഇപ്പം പിടികൂടപ്പെടും എന്ന് പറഞ്ഞു. നമ്മുടെ തൊട്ടുപുറകിലുണ്ട് ശത്രുക്കൾ, ഇപ്പം പിടികൂടപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറഞ്ഞത്, അവിടെ കീഴ്പ്പെട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പേടിയുടെ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലല്ല. ഖാലക്കല്ല, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും ധീരമായ സംസാരമാണ് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, കല്ല, ഒരിക്കലുമല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. സൂറത്ത് ശൂറായിൽ പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ ഈ രൂപത്തിൽ ഉറച്ചു നിലകൊള്ളണം, ധീരമായി നിലകൊള്ളണം എന്നുള്ളതാണ് അമ്പിയാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് തവക്കുൽ എന്നുള്ളത്. എന്നാൽ പേടി സംഭവിക്കുക എന്നുള്ളത്, പേടി എന്നുള്ള ഗുണം അത് തന്നെ എന്താണ്, വളരെ ധീരതയില്ലായ്മ എന്നുള്ള ഗുണം എന്താണ്, വളരെ മോശമായ ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചീത്ത ഗുണത്തിൽ നിന്ന് അഭയം ചോദിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ നമസ്കാരത്തിന്റെ അവസാനങ്ങളിലും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബൻ, അല്ലാഹുവേ ഈ ഭയത്തിൽ നിന്ന് അഥവാ ധീരത ഇല്ലായ്മയിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വഅഊദു ബിക മിനൽ ബുഖൽ, അതുപോലെ തന്നെ പിശുക്കിൽ നിന്ന്, വഅഊദു ബിക മിൻ അർദിൽ ഉമർ, വാർദ്ധക്യത്തിൽ നിന്ന് അവൻ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വഅദാബിൽ ഖബർ. അപ്പോ ധീരതയില്ലായ്മ എന്നുള്ളത് ഏറ്റവും മോശമായ ഗുണമാണ്. അതിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, അഭയം തേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുനാഫിഖുകളുടെ ഗുണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിയെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പല സമയങ്ങളിലും
ഖുർആനിൽ പലയിടത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ. ലാ ഖാലൂ ലൗ കുന്നാ. ആയത്തിന്റെ ആശയം എങ്ങനെയാണ്? യുദ്ധത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുമായിരുന്നില്ല എന്ന് മുനാഫികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് മുവാജഹത്ത്, ശത്രുക്കളുമായിട്ട് കണ്ടുമുട്ടുക എന്നുള്ളത് അങ്ങേറ്റം പേടിയാണ്. അത് മുനാഫികളുടെ ലക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ധീരതയില്ലായ്മ എന്നുള്ളത് അതൊരിക്കലും എന്ത് ചെയ്യുകയില്ല, അത് ഈമാനിന്റെ ദൗർബല്യത്തെയാണ് തെളിയിക്കുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. യഥാർത്ഥ മുഅ്മിനുകൾ അല്ലാഹുവിൽ എന്ത് ചെയ്യും? തവക്കുലാക്കും. അള്ളാഹു കണക്കാക്കിയത് മാത്രമേ ഞങ്ങൾക്ക് ബാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറയാറുള്ളത്. എന്നാൽ മുനാഫിഖുകൾ എന്ത് ചെയ്യും? പേടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ യഥാർത്ഥ മുഅ്മിനുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ജനങ്ങളെ അവരോട് പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, ജനങ്ങളെല്ലാവരും തന്നെ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിട്ടുണ്ട്. ഫഖ്ശൗഹും, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോ സഹാബത്ത് എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? ഫഖ്ശൗഹും ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കാൻ ചെയ്തിട്ടുള്ളത്. ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനാണെന്ന് അവർ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വളരെ ധീരമായിട്ട് നമ്മൾ നിലകൊള്ളണം. പേടിക്കാനോ അതുപോലെ തന്നെ പ്രയാസപ്പെടാനോ ഒന്നും പാടില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറയണം, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് പറയണം. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം എന്താ പറഞ്ഞിട്ടുള്ളത്? അലൈഹിസ്സലാത്തു വസ്സലാം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് പ്രയാസഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവരാരും തന്നെ പേടിച്ചു വിറയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി അവസാനമായിട്ട് നമുക്ക് എന്താണ് ഏറ്റവും മാക്സിമം എന്താ സംഭവിക്കുക? മരണമാണ്. ആ രൂപത്തിൽ ഈ ദഅവത്തിന്റെ ദീനിന്റെ മാർഗത്തിൽ മരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ മഖബത്താണ്, ശ്രേഷ്ഠതയാണ്. മൈതത്തുൻ വാഹിദത്തുൻ, ഒരൊറ്റ മരണമാണ്. യാ നഫ്സു ഇല്ലം ഫൽതകുൻ ഷഹാദ, അത് ഷഹാദത്തായി തീരട്ടെ. ഒരൊറ്റ മരണമേ നമുക്കുള്ളൂ. ആ മരണം എന്തായിരിക്കണം? ഏറ്റവും നല്ല മരണം. അതേതാണ്? ഷഹാദത്ത്, രക്തസാക്ഷിത്വം. യാ നഫ്സു ഇല്ലം തുഖ്തലി തമൂതി, നഫ്സേ നീ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇങ്ങനെ വിരിപ്പിൽ കിടന്ന് എന്ത് ചെയ്യും? ചത്തുപോകും. അപ്പോ കൊല്ലപ്പെടണം, ഷഹീദാകണം. അതിനായിരുന്നു അമ്പിയാക്കളും അതുപോലെ തന്നെ സാലിഹീങ്ങളും യഥാർത്ഥ മുഅ്മിനുകളും തേടിയിട്ടുണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്ത്? സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്, اللهم ارزقني شهادة في سبيلك واجعل موتي في بلد رسولك എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ, എനിക്ക് നിന്റെ മാർഗത്തിൽ ഷഹാദത്ത് നൽകണമെന്ന്. ബുഖാരിയിലുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഷഹാദത്തിനെ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെ സ്വന്തം നഫ്സിനോട് ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കിൽ, അതിനുവേണ്ടിയുള്ള താല്പര്യവും ആഗ്രഹവും മനസ്സിലില്ല എങ്കിൽ മാത അല ശുഅബതി മിനൻ നിഫാഖ്, നിഫാഖിലുള്ള ഒരു ശാഖയിലാണ് മരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇവിടെയുള്ള ആളുകൾ ഓരോരുത്തരും തന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ നിഅമത്ത് അത് നമ്മളെല്ലാവരും ഓർക്കണം. ഇവിടെ വലിയ നിഅമത്താണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. മറ്റു പല നാടുകളിലെ ആളുകൾക്കും ലഭിക്കാത്ത രൂപത്തിൽ ഇവിടെ എല്ലാ രൂപത്തിലും
ഒരു കക്ഷിത്വമില്ലാതെ, അതുപോലെ തന്നെ മേൽ അധികാരികളുടെ നിയന്ത്രണങ്ങളില്ലാതെ വളരെ ഈസി ആയിട്ട് ദഅവത്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല, മസ്ജിദ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖായിട്ട് നൽകിയിട്ടുണ്ട്. അത് പല നാടുകളിലും ആ രൂപത്തിലില്ല. യഥാർത്ഥ ഹഖിൽ മുറുകെ പിടിക്കുന്ന ആളുകൾക്കില്ല. അപ്പോ അത് വലിയ നിഅമത്താണ്. ഈ നിഅമത്ത് നമ്മൾ പാഴാക്കി കളഞ്ഞാൽ വലിയ ശിക്ഷയായിട്ടുണ്ടാവും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ നേരിടേണ്ടി വരിക. فمن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب أو بهذا المعنى. അള്ളാഹുവിന്റെ നിഅമത്ത് വന്നെത്തുകയും എന്നിട്ട് അതിനെ മാറ്റിമറിക്കുകയും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ എന്തുണ്ട്? വലിയ വേദനിക്കുന്ന ശിക്ഷ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, അതിന് ശുക്ർ കാണിക്കണം. അതെങ്ങനെയാണ്? ഇവിടെ യഥാർത്ഥ രൂപത്തിൽ ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും അത് ആളുകൾക്ക് പഠിപ്പിക്കാനുമുള്ളതാണ്. അതിവിടെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നടക്കണം. പള്ളി എന്നുള്ളതിന് അത് മാത്രമാണുള്ളത്. അത് പൂർണ്ണമായ രൂപത്തിലൂടെ നടക്കണം. അതുപോലെ തന്നെ കൂടിയിരുന്നുള്ള സംസാരങ്ങളും വേണ്ട സമയങ്ങൾ പാഴാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണ്? നമ്മുടെ സമയം എന്നുള്ളത് അതാണ് ഏറ്റവും നമ്മുടെ മുതലിൽ ഏറ്റവും വിലപ്പെട്ട മുതൽ അതാണ്. അള്ളാഹു അതിനെ കുറിച്ച് ഖിയാമത്ത് നാൾ ചോദ്യം ചെയ്യും നമ്മെ. അതുപോലെ തന്നെ അതാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിലാണ് നമുക്ക് സാലിഹായ അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് നൽകിയിട്ടുള്ളത്. ചെറുപ്പക്കാരായിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മകനാണ് അബ്ദുൽ മലിക്. അദ്ദേഹത്തിന്റെ സംഭവം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ ഒരാൾ ആരാണ്? സുലൈമാൻ, ഓർമ്മയില് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്, സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ്, സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് ആണ് തോന്നുന്നു. അബ്ദുൽ അസീസ് ശരി. അബ്ദുൽ മലിക് എന്നുള്ളത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മകനാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഏറ്റവും നീതിമാനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇത്രയധികം നീതിയുടെ കാര്യത്തിലും ഇബാദത്തുകളുടെ കാര്യത്തിലൊക്കെ ഇത്രയും അധികം മാതൃകായോഗ്യനായി തീരാനുള്ള കാരണം എന്താണ്? സ്വന്തം മകനാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. കാരണം മകൻ അബ്ദുൽ മലിക് വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 19 വയസ്സിൽ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാ കാര്യത്തിലും മാതൃകായോഗ്യനായിരുന്നു. ഇൽമിന്റെ കാര്യത്തില്, ഇബാദത്തുകളുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരിക്കല് അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ്? രാത്രി താമസിക്കാൻ വരികയാണ്. അദ്ദേഹം ഉറങ്ങിയെന്ന് അങ്ങനെ രാത്രി അവരെന്ത് ചെയ്തു? ഓരോരുത്തരും അവരുടെ ഓരോരുത്തരും വിരിപ്പിലേക്ക് ചെന്നു. അങ്ങനെ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അബ്ദുൽ മലിക് എഴുന്നേറ്റു. തന്റെ പതിവ് രീതിയായിട്ടുള്ള രാത്രി നമസ്കാരത്തിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അങ്ങനെ രാത്രി നമസ്കാരം ആരംഭിച്ചു. അങ്ങനെ ഒരായത്ത് അദ്ദേഹം ഇങ്ങനെ ഓതുകയാണ്. അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ, അവർക്ക് നാം വർഷങ്ങൾ നാം നൽകിയിട്ടുണ്ടെങ്കിൽ, ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഈ സുഖഭോഗത്തിനായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവസാനമായി പറയുന്നത് അവർക്ക് അതിന്റെ പേരിൽ ഒരു ഉപകാരം ഉണ്ടാകില്ല, അത് ശിക്ഷയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ആയത്തുകള് ഈ അബ്ദുൽ മലിക് ഓതിയിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആരാണ്? ഒരു ചെറിയ കുട്ടിയാണ്. 19 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അതിന്റെ എത്രയോ മുമ്പുള്ള സംഭവമാണ് ഇത്. അദ്ദേഹം ഈ നിഅമത്തായി ലഭിക്കപ്പെട്ടുള്ള ആയത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ആ ആശയത്തുള്ള ആയത്തുകൾ ഓതിയിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും തന്നെ ഈ ആയത്തിനെ കുറിച്ച് എന്ത് ചെയ്യണം? അങ്ങേയറ്റം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് പാഴാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും, ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം.
അപ്പൊ ഈ പള്ളിയിൽ എന്താണ് ആ രൂപത്തില് ദഅവത്തും അതുപോലെ തന്നെ ഇൽമു പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും യഥാർത്ഥ രൂപത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അള്ളാഹു നൽകിയ ഈ നിഅമത്ത് എന്ത് ചെയ്തു? ഈ നിഅമത്ത് പാഴായി പോകും. അതാണ് സംഭവിക്കുക. അതുപോലെ തന്നെ ഇവിടെ മറ്റു കൂടുതലുള്ളത് ഭൂരിപക്ഷമായിട്ടുള്ളത് ആരാണ്? ഈ ദഅവത്തിന് വിപരീതമായി നിൽക്കുന്ന ആളുകളാണ്. അവർ നമ്മുടെ എല്ലാ ഒയൂബുകളിലേക്കും കുറവുകളിലേക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് അവർ. അപ്പൊ എവിടെയെങ്കിലും കുറവുകൾ വരുന്നുണ്ടോ, ദീനിയായ പരാജയങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ടെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? വളരെ സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം? തീർത്തും മാതൃകായോഗ്യമായുള്ള ജീവിതം ഓരോരുത്തരും നയിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കാരണത്താൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ദഅവത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. അതുപോലെ തന്നെ ഈ ദഅവത്തില് നമ്മൾ ഓരോരുത്തരും തന്നെ വളരെ ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുള്ള അംബിയ മുർസലുകൾ കഴിഞ്ഞു പോയിട്ടുള്ള സലഫുകള് അങ്ങേയറ്റം പ്രയത്നിച്ചു പോയിട്ടുള്ള ഈ ദഅവത്ത് എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശക്തമായി നിർവഹിക്കണം. അതിൽ നമ്മൾ അങ്ങേയറ്റം പ്രയത്നിക്കണം. അതിനുള്ള ഒരൊറ്റ സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. സലഫുകളുടെ അതിനുള്ള താല്പര്യം എത്രത്തോളമാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് അദി ഇബ്നു ഹാതിം അത്തായി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സംഭവം അത് നമുക്ക് കാണാൻ കഴിയും. യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യമായിട്ട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ആ ആളുകളോട്, യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകളോട് ആദ്യം എന്താ ചെയ്യുക? യുദ്ധം വെട്ടുന്നതിന് മുമ്പായിട്ട് അവരെ ദഅവത്ത് ചെയ്യും. എന്നിട്ടാണ് അവരോട് യുദ്ധം വെട്ടുക. അങ്ങനെ ആദ്യമായിട്ട് യുദ്ധത്തിന് വേണ്ടി വന്നിട്ടുള്ള ശത്രുക്കളോട് ആദ്യമായി ദഅവത്ത് ചെയ്തു. അവരിൽ നിന്ന് 500 ആളുകൾ പടയാളികൾ ഇങ്ങോട്ട് മാറി വന്നു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും ദഅവത്തിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ് പേർഷ്യയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെയുള്ള പ്രമാണിമാരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ പോയിക്കൊണ്ട് ആദ്യമായി കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ദഅവത്തിന് ഉത്തരം ചെയ്തു. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അംർ അല്ലെങ്കിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈജിപ്തിലേക്ക് പോയ സമയത്ത്, യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് ആദ്യമായിട്ട് എന്താ ചെയ്തത്? അവിടെയുള്ള പണ്ഡിതന്മാരോട് പോയിട്ട് അദ്ദേഹം അർദ് ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും തന്നെ ദീനിലേക്ക് മടങ്ങി, പണ്ഡിതന്മാരിൽ പലരും ഈ ദീനിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇതേ സമാനമായ സംഭവം ഒരുപാട് സഹാബികൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോ ഏതൊരു സന്ദർഭത്തിലും ദഅവത്തിന്റെ കാര്യത്തിന് അവരെന്താണ് അങ്ങേയറ്റവും പരിശ്രമിക്കുന്നവരായിരുന്നു. ആ വഴിയിലായിരിക്കണം നമ്മൾ ഉണ്ടായിത്തീരേണ്ടത്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.